തണ്ണിമത്തൻ കൃഷി നമ്മൾ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള പണി ഇതുവരെ ചെയ്തതിൽ വെച്ച് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും കളപറിക്കലാണല്ലോ. കളപറിക്കൽ ചെറിയൊരു പണിയല്ല. പ്രത്യേകിച്ച് നമ്മൾ കൃഷി ഉണ്ടാക്കിയത് നെൽകൃഷി ചെയ്ത പാടത്താണ്. അപ്പോൾ കൊയ്ത്ത് മെഷീന് കൊയ്യുന്ന കാരണം തന്നെ ഒരുപാട് നെല്ല് വീണിട്ട് നെല്ല് ഇങ്ങനെ നല്ല രീതിയിൽ മുളച്ചുകൊണ്ടിരിക്കുക. അതിലൊക്കെ 2-3 ദിവസമായിട്ട് ചെറിയ മഴയും കിട്ടി. അപ്പോൾ നല്ല സമയം എടുക്കുന്നുണ്ട്. പിന്നെ നോമ്പുമില്ല. അപ്പോൾ രാവിലെ കുറച്ച് സമയം, വൈകിട്ട് കുറച്ച് സമയമൊക്കെ നമുക്ക് പണിയെടുക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ തണ്ണിമത്തൻ കൃഷി ഇത്രയും കൊമേഴ്ഷ്യലായിട്ടൊക്കെ ചെയ്യുന്നത്. ട്രയൽ മുളപ്പിക്കുന്നതിനേക്കായി ഒന്നും കൂടി നല്ലത് വിത്ത് മണ്ണിലിടണാണോ എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ട്. കാരണം ഏകദേശം ഒരു 13 ദിവസം കൊണ്ട് തന്നെ തൈ മുളച്ച് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇവിടെ എന്നുണ്ടെങ്കിലോ 25-26 ദിവസം പ്രായമായിട്ടുള്ള തൈകളാണിത്. അപ്പോൾ ഒരു ഗ്രോത്ത് വ്യത്യാസം കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഇവിടെ നോക്കി ഇത്രയും നെല്ല് പറിക്കണം. അപ്പോൾ ഈ നെല്ല് പറിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി, ഈ തൈ എടുക്കുന്നത് ഇവിടെയാണ്. ഈ തൈയിന്റെ ഇവിടൊക്കെയുള്ള സംഭവങ്ങൾ നമ്മളിത് ഇങ്ങനെ പറിച്ച് ഒഴിവാക്കുന്ന സമയത്ത് മറ്റൊരു കൈ കൊണ്ട് ഇതിന്റെ അടിയിൽ പ്രസ് ചെയ്ത് പിടിക്കണം. അതുപോലെ നമ്മൾ വലിക്കുന്ന സമയത്ത് ഈ ലീഫ് ഉണ്ടല്ലോ, ഈ ലീഫ് ഇതിന്റെ ഇടയിൽ കൂടി കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൈയും കൂടി ഒപ്പം കൊണ്ട് പോരും. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ചെടിനേക്കായി മേലെ തീരണല്ല പുല്ല്. സമയം ഏകദേശം 9 മണിയായിട്ടുണ്ട്. പാടത്ത് വെയിൽ വീണ് തുടങ്ങി. അപ്പോൾ നമ്മൾ പരിപാടി നിർത്തുകയാണ്. ഇനി ബാക്കി വൈകിട്ട് നമ്മൾ സ്റ്റൂളിലേക്ക് മാറിയത് കുറേ ആശ്വാസമായിട്ടാണ്. ഈ ബുദ്ധി നേരത്തെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ആശ്വാസമായിരുന്നു. പണിയും കൂടുതൽ നടന്ന് അധികം ടയേർഡും ആയിട്ടില്ല. കളപറിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. മറ്റേ കളയുള്ള സമയത്ത് ഇങ്ങോട്ട് നോക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവും. നല്ല രീതിയിൽ കളവടൊക്കെ കാണാൻ പറ്റും. കളപറിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് രാവിലത്തെ നന സ്റ്റാർട്ട് ചെയ്യൽ. ഇപ്പോൾ മോട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ മോട്ടർ ഓടും. പലരും ചോദിക്കാറുണ്ട് വാട്ടർ ടാങ്ക് വെച്ചതാണോ മോട്ടർ ഡയറക്റ്റ് ആണോ എന്ന് വെച്ചാൽ. മോട്ടർ ഡയറക്റ്റ് പമ്പ് ചെയ്യാണ്. അപ്പോൾ അരമണിക്കൂർ ഇനി പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓഫാക്കും. പിന്നെ ബാക്കി വൈകിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ.